എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2026 ജൂലൈ മാസം മീനൻ രാശിക്കാരായ വ്യക്തികൾക്ക് എങ്ങനെയൊക്കെയുള്ള ഫലങ്ങളാണ് നൽകാൻ പോകുന്നത് എന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. മീനൻ രാശിക്കാരുടെ ജന്മരാശിയിൽ ശനി ഭഗവാൻ സഞ്ചരിക്കുന്ന ഏഴര ശനിയുടെ കാലഘട്ടമാണ്. കൂടാതെ ഈ മാസം ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥാനങ്ങളിലെ വലിയ മാറ്റങ്ങളൊക്കെയാണ് വരുന്നത്. സൂര്യൻ ജൂലൈ 16 വരെ നിങ്ങളുടെ 4-ാം ഭാവമായ മിഥുനത്തിലും അതിനുശേഷം 5-ാം ഭാവമായ കർക്കിടകത്തിലേക്കും രാശി മാറുന്നുണ്ട്. ചൊവ്വ ഇടവൻ രാശിയിൽ തന്നെ തുടരുകയാണ്. ബുധൻ 7-ാം തീയതി വക്രഗതിയിൽ മിഥുനൻ രാശിയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ബുധൻ കർക്കിടകൻ രാശിയിലാണ്. ഏറ്റവും അനുകൂലമായി വ്യാഴം നിങ്ങളുടെ 5-ാം ഭാവമായ കർക്കിടക രാശിയിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നത് എന്നത് നല്ലൊരു പ്രത്യേകത തന്നെയാണ്. ശുക്രനും കേതുവും 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. രാഹു 12-ാം ഭാവമായ കുംഭൻ രാശിയിലും നിൽക്കുന്നു. ഈ ഒരു സങ്കീർണമായ ഗ്രഹനില മീനൻ രാശിക്കാരുടെ തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, കുടുംബം, പ്രണയം, വിദ്യാഭ്യാസം, അതുപോലെ ആരോഗ്യം എന്നിവയെ എങ്ങനെ ബാധിക്കുമെന്നും ഇതിൻ്റെയൊക്കെ ദോഷങ്ങൾ മാറാൻ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ആദ്യമായി മീനൻ രാശിക്കാരുടെ തൊഴിൽ എങ്ങനെ പോകുന്നു എന്ന് നോക്കാം. നിങ്ങളുടെ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി 9-ാം ഭാവത്തിലേക്ക് പതിക്കുന്നുണ്ട്. അതിനാൽ തൊഴിൽ രംഗത്തെ വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എങ്കിലും ജന്മശനിയൊക്കെ തുടരുന്നതിനാൽ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ. ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നും ചെറിയ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ജൂലൈ 16 വരെയുള്ള സമയത്ത് സഹപ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ വലിപ്പച്ചെറുപ്പമൊന്നും നോക്കാതെ പെരുമാറാൻ ശ്രദ്ധിക്കുക. കാരണം 12-ലെ രാഹുവും ജന്മശനിയും അനാവശ്യമായ തർക്കങ്ങളിലേക്കൊക്കെ നിങ്ങളെ എത്തിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പുതിയ ജോലി മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ ചില അവസരങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹം ഉള്ളതിനാൽ. ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ മാസം മിതമായ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ നിക്ഷേപങ്ങളൊക്കെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നവർ 1-2 വട്ടമൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ പങ്കാളികളുമായിട്ട് സുതാര്യമായ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തേണ്ടതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന മീനൻ രാശിക്കാർക്ക് ഈ മാസം ജോലിയിലൊക്കെ സ്ഥിരത കൈവരിക്കാനും സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് മീനൻ രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതിയാണ്. ജൂലൈ മാസം നിങ്ങൾക്ക് വരവും ചിലവുമൊക്കെ ഒരുപോലെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു മാസമായിരിക്കും. വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയൊക്കെ വലിയ ഒരു സാമ്പത്തിക തകർച്ചയിൽ നിന്ന് നിങ്ങളെ കാത്തുരക്ഷിക്കുന്നതാണ്. എങ്കിലും 12-ാം ഭാവത്തിലെ രാഹുവിൻ്റെയൊക്കെ സ്ഥിതി അനാവശ്യമായ ചിലവുകളൊക്കെ വരാനും സാധ്യതയുണ്ടെന്നാണ് കാണിക്കുന്നത്. ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങുന്നതിനും അനാവശ്യ യാത്രകൾക്കും പണം ചെലവഴിക്കുന്നതൊക്കെ ഈ മാസം പരമാവധി നിയന്ത്രിക്കേണ്ടതാണ്. ചിട്ടികളോ ലോണുകളോ ഒക്കെ വഴി കയ്യിലൊക്കെ പണമൊക്കെ വന്നു ചേരും. എങ്കിലും അത് വകമാറ്റി ചിലവഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആർക്കെങ്കിലുമൊക്കെ ജാമ്യം നിൽക്കുന്നതോ വലിയ തുകകളൊക്കെ കടം കൊടുക്കുന്നതോ ഈ മാസം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഭാഗ്യപരീക്ഷണങ്ങൾക്കോ ഷെയർ മാർക്കറ്റിലോ ഒക്കെ വലിയ തുക നിക്ഷേപിക്കാൻ ഈ മാസം അത്രയൊരു അനുകൂലമായ സമയവും അല്ല. ഇനി മീനൻ രാശിക്കാരുടെ കുടുംബജീവിതത്തിലേക്ക് കടക്കാം. 5-ാം ഭാവത്തിലെ വ്യാഴം നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. സന്താനങ്ങളെ കൊണ്ടൊക്കെ സന്തോഷിക്കാൻ ഇടവരുന്ന ഒരു മാസമാണ് ജൂലൈ മാസം. കുട്ടികളുടെയൊക്കെ പഠനകാര്യത്തിലോ കരിയറിലോ ഒക്കെ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. മക്കളില്ലാതെയൊക്കെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക് ഈ മാസം നല്ല വാർത്തകളൊക്കെ കേൾക്കാനും സാധിക്കുന്നതാണ്. എന്നാൽ 6-ാം ഭാവത്തിൽ ശുക്രനും കേതുവും യോഗം ചെയ്യുകയും അതുപോലെ ജന്മശനിയും ഒക്കെ നിൽക്കുന്നത് ദാമ്പത്തിക ജീവിതത്തിൽ ചെറിയ ഈഗോ പ്രശ്നങ്ങളോ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പങ്കാളിയുടെ വാക്കുകളെയൊക്കെ മാനിക്കാൻ തയ്യാറാകേണ്ടതാണ്. അനാവശ്യമായ തർക്കങ്ങളൊക്കെ ദീർഘിപ്പിച്ച്
കൊണ്ടുപോകാതെ വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് അത് പരിഹരിക്കുകയാണ് ബുദ്ധി. ഇനി പ്രണയിക്കുന്നവർക്ക് ഈ മാസം സമ്മിശ്രമായ ഫലമായിരിക്കും. പരസ്പര വിശ്വാസമൊക്കെ നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമതൊരാൾ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഇടപെടാൻ അനുവദിക്കരുത്. വിവാഹാലോചനകളൊക്കെ നടത്തുന്നവർക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉള്ളതിനാൽ അനുകൂലമായ തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ജൂലൈ മാസം വളരെ മികച്ച ഫലങ്ങളായിരിക്കും ലഭിക്കുക. ബുധൻ മിഥുനത്തിലേക്ക് വക്രഗതിയിലൊക്കെ മാറുന്നതും വ്യാഴത്തിൻ്റെ 5-ാം ഭാവത്തിലെ സ്ഥാനവുമൊക്കെ പഠനത്തിൽ മികച്ച ഏകാഗ്രതയൊക്കെ കൈവരാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. കഠിനമായ വിഷയങ്ങൾ പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതുപോലെ ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങുന്നതാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന മീനൻ രാശിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. എങ്കിലും ജന്മശനിയൊക്കെ ഉള്ളതിനാൽ മടിയൊക്കെ വിട്ടൊഴിഞ്ഞ് കൃത്യമായ ടൈം ടേബിളൊക്കെ അനുസരിച്ച് പഠിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതും ആണ്. ഇനി ആരോഗ്യ കാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ മീനൻ രാശിക്കാർ ഈ മാസം അല്പം കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ജന്മത്തിലൊക്കെ ശനി നിൽക്കുന്നു, അതുപോലെ 12-ലെ രാഹുവൊക്കെ നിൽക്കുന്നതിനാൽ മാനസികമായ സമ്മർദ്ദം, ഉറക്കക്കുറവ്, പേശികൾക്ക് വേദന അല്ലെങ്കിൽ കാൽപാദവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അസുഖങ്ങൾ എന്നിവയൊക്കെ അലട്ടാൻ സാധ്യതയുണ്ട്. 6-ാം ഭാവത്തിലെ കേതുവിൻ്റെയും ശുക്രൻ്റെയും ഒക്കെ സ്ഥിതി ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്കോ എന്തെങ്കിലും ഇൻഫെക്ഷനുകൾക്കോ ഒക്കെ കാരണമായേക്കാം. അതിനാൽ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ ഈ സമയത്ത് പരമാവധി ഒഴിവാക്കുക. കൃത്യസമയത്തൊക്കെ ഭക്ഷണം കഴിക്കാനും ആവശ്യത്തിന് വെള്ളം കുടിക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ദിവസവും രാവിലെ ചെറിയ രീതിയിലുള്ള വ്യായാമമോ യോഗയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയാൻ സഹായിക്കുന്നതാണ്. അതുപോലെ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ അമിത വേഗതയൊക്കെ ഒഴിവാക്കേണ്ടതുമാണ്. ഗ്രഹനിലയിൽ ചില ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൃത്യമായ ഈശ്വരാരാധനയിലൂടെയും അതുപോലെ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെയും നമുക്ക് ഇവയെ മറികടക്കാൻ സാധിക്കുന്നതാണ്. മീനൻ രാശിക്കാർ ഈ ജൂലൈ മാസത്തിൽ ചെയ്യേണ്ട പ്രധാന പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജന്മശനിയൊക്കെ നിൽക്കുന്നതിനാൽ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതുപോലെ ശാസ്താവിന് നീരാഞ്ജനം വഴിപാട്, എള്ളുതിരി വഴിപാടൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ 12-ലെ രാഹുദോഷം മാറാനായിട്ട് സർപ്പക്ഷേത്രങ്ങളിലെ വഴിപാടുകളൊക്കെ നടത്തുകയോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലൊക്കെ ധാര നടത്തുന്നത് നല്ലതാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കുകയും ചെയ്യുക. ഇത് നിങ്ങളുടെ ഭാഗ്യമൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. അതുപോലെ നിർധനരായ ആളുകൾക്ക് അന്നദാനമോ വസ്ത്രമോ ഒക്കെ ദാനം ചെയ്യുന്നതും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ മീനൻ രാശിക്കാർക്ക് ചില വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ വലിയൊരു അനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു മാസമാണ് 2026 ജൂലൈ മാസം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.